സഹകരണ എക്സൈസ് മന്ത്രി എം ലിജുവിന് കോൺഗ്രസ് യുഡിഎഫ് പ്രവർത്തകർ കായംകുളത്ത് സ്വീകരണം നൽകി. ജില്ലാ അതിർത്തിയായ ഓച്ചിറയിൽ നിന്ന് സ്വീകരണ പര്യടനം ആരംഭിച്ചു. ഓച്ചിറ ട്രാൻസ്പോർട്ട് മൈതാനിയിൽ ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സ്വീകരണം ഒരുക്കിയിരുന്നു. കായംകുളത്തിന്റെ സമഗ്ര പുരോഗതി ഉറപ്പാക്കി സാധാരണക്കാരുടെ സങ്കടങ്ങളോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ട കൈത്താങ് ഒരുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന് കായംകുളത്ത് സ്വീകരണം നൽകി. ജില്ലാ അതിർത്തിയായ ഓച്ചിറയിൽ നിന്ന് അനവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സ്വീകരണം ആരംഭിച്ചു. നഗരം ചുറ്റി കോൺഗ്രസ് ഓഫീസിൽ സ്വീകരണ പര്യടനം എത്തി. 2 പതിറ്റാണ്ടിന് ശേഷം ഒരു ജനപ്രതിനിധിയെയും ഒപ്പം ഒരു മന്ത്രിയെയും ലഭിച്ച ആഹ്ലാദത്തിലായിരുന്നു യുഡിഎഫ് പ്രവർത്തകരും അനുഭാവികളും. ഓച്ചിറ ട്രാൻസ്പോർട്ട് മൈതാനിയിൽ ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സ്വീകരണം ഒരുക്കിയിരുന്നു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത ഉജ്ജ്വല വരവേൽപ്പാണ് മന്ത്രിക്ക് ലഭിച്ചത്. കായംകുളത്തിന്റെ സമഗ്ര പുരോഗതിയും സാധാരണക്കാരുടെ സങ്കടങ്ങളോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ട കൈത്താങ് ഒരുക്കുകയുമാണ് തന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. കായംകുളം പുതിയിടത്ത് ക്യാമ്പ് ഓഫീസ് തുറക്കും. അത് കേവലം ഒരു ഓഫീസിനപ്പുറം ജനസേവന കേന്ദ്രവും ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരിടമായും അതിനെ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. തീർച്ചയായും ഈ നാട് നൽകിയ പിന്തുണയും സ്നേഹവുമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ അതിന് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കായംകുളത്തെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എനിക്ക് പിന്തുണ നൽകിയ, എന്നെ വിജയിപ്പിക്കാനായി രംഗത്തിറങ്ങിയ ഒരു ജനസമുച്ചയമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ കായംകുളം നിയോജകമണ്ഡലത്തിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മാത്രമല്ല, ഓച്ചിറയിൽ ചേർന്ന് നിൽക്കുന്ന, കായംകുളം നിയോജകമണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന കരുനാഗപ്പള്ളിയിലെ പ്രിയപ്പെട്ട ശ്രീ CR മഹേഷിൻ്റെ സഹപ്രവർത്തകരും ഇവിടെയുണ്ട്. കായംകുളത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകർക്കൊപ്പം ഓച്ചിറയിലെ ജനതയും കരുനാഗപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളും എൻ്റെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു എന്നത് എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകർക്കുമൊപ്പം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ആളുകളുണ്ട് എന്നെനിക്കറിയാം. കായംകുളം പോലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിക്കുമ്പോൾ എന്നോടൊക്കെ വോട്ട് ചെയ്തവരിൽ UDFിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള മനുഷ്യരുടെ സ്നേഹമുണ്ട് എന്ന യാഥാർത്ഥ്യവും എൻ്റെ മനസ്സിലുണ്ട്. ഈ നാടിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ, കേരളത്തിലെ ശ്രീ VD സതീശൻ മന്ത്രിസഭയിലെ ഒരു അംഗം എന്ന നിലയിൽ തീർച്ചയായും മനുഷ്യപക്ഷ നിലപാടുകൾ, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടുകളായിരിക്കും, മനുഷ്യന്റെ കണ്ണീരൊപ്പ് എന്നുള്ളത് തന്നെയായിരിക്കും എൻ്റെ മുൻഗണന എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. DCC പ്രസിഡന്റ് B ബാബു പ്രസാദ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ E സമീർ, UDF നേതാക്കളായ N രവി, H ബഷീർ കുട്ടി, U മുഹമ്മദ്, AM കബീർ, A നിസാർ, T സൈനുലാബ്ദീൻ, ചിറപ്പുറത്ത് മുരളി, K ഗോപിനാഥൻ, VS വിനോദ്, അരിത ബാബു, അൻസാർ മലബാർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.